തായരോടെ കേൾക്കണമേ. ക്രിസ്ത്യകളിൽ 36-ാമത്തെ പാട്ട് യേശുവിനെ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടമാണ്. യേശുവേ
രണ്ടാം പാഠഭാഗമായി യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 John chapter 3 verses 1 to 12. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാവുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷനായില്ല. അവർ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനെ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവർ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവരെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാവുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാവുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവരല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാൽ അവൻ പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കളായിരുന്നു പിശാചിന്റെ മക്കളായിരുന്നു ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവരാരും സഹോദരനെ സ്നേഹിക്കാത്തവരും ദൈവത്തിൽ നിന്നുള്ളവരല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ടിട്ടുള്ള ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കായിക ദുഷ്ടനുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതിയുണ്ട്. തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതാവുന്നതേ. ഈ വചനങ്ങൾ
നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടത് പിതാവേ, സ്നേഹിച്ചുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നോ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉപദേശം ശാസന
പെട്ടെന്നുണ്ടാകാവുന്ന എല്ലാ പ്രതികൂലങ്ങളും സന്തോഷം
താങ്ക്സ് ഗിവിംഗ് ആരെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു, മുന്നോട്ട് വരാം. എല്ലാ മഹത്വത്തിനാൽ എല്ലാം പുകഴ്ചയുമാൽ ഒരു നിറസാന്നിധ്യമായിരുന്നു എന്നതിൽ ഇപ്പോൾ ഓർക്കുന്നതിൽ സന്തോഷമുണ്ട്. തുടർന്നും
വളരെയേറെ ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു സ്നേഹത്തിന്റെ ബന്ധവും അതുപോലെ അന്നത്തെ ചേർന്നുള്ള പ്രവർത്തനവും മറക്കാനാവുന്നതല്ല. നാട്ടിൽ പെണ്ണുങ്കര മാർത്തോമ ഇടവകയുടെ തൊട്ട അയൽക്കൂട്ടാണ്. അവിടെ ചെല്ലുന്ന വികാരിയന്മാരുമായിട്ടും ആ കുടുംബം ഏറെ കൂട്ടായ്മ ആചരിക്കുന്നവരാണ് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാട്ടിൽ പോയി ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ദീർഘ വർഷങ്ങൾ അനുഗ്രഹീതമായി കുടുംബത്തോട് ഒന്നിച്ച് ജീവിക്കുന്നതിന് ദൈവം നമ്മുടെ ആരോഗ്യവും സൗഖ്യവും നൽകട്ടെ. നാട്ടിലും ഇടവകയുടെ പ്രവർത്തനങ്ങളിലൊക്കെ അനുഗ്രഹീതമായി പങ്കുചേരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ സമയത്ത് ഇടവകയ്ക്ക് വേണ്ടി ഈ മോഹനം സമർപ്പിക്കുകയും ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവർ ഈ സൈഡിലുള്ള പോളിംഗ് സ്ഥലമുണ്ട്. സെന്റ് പീറ്റേഴ്സ് മാർത്തോമായിട്ട് വന്നിട്ടുള്ളവർ ഈ സൈഡിൽ സ്ഥലമുണ്ട്. പുറത്തോട്ട് വന്ന് കയറിയിരിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ തിങ്കളാഴ്ച വൈകിട്ടത്തെ കുർബാന ശുശ്രൂഷ നമ്മൾ ക്രമീകരിക്കുമ്പോൾ എല്ലാവരും വന്നു ചേരുക. പ്രത്യേകിച്ച് പ്രാർത്ഥന കൂട്ടങ്ങളിൽ നിങ്ങളെല്ലാവരും മറ്റുള്ളവരോട് പറയണം. നമ്മൾ ആളുകൾ കുറവാണെങ്കിൽ സിറ്റി മാർത്തോമ ഇടവകക്കാരെ മറ്റൊരു സ്ഥലം നമുക്ക് തരാൻ വേണ്ടി NDCയോട് ആവശ്യപ്പെടും. അത് നമ്മൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഈ രണ്ട് ഹോളിലും നിറഞ്ഞിരിക്കത്തക്കോണം ആളുകൾ വന്നു കയറാനായിട്ട് ശ്രദ്ധിക്കണം. അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ആരാധനയ്ക്ക് ആളുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് ആരാധനയ്ക്കായിട്ട് വിടണം. കഴിവുള്ളിടത്തോളം ആളുകൾ വന്ന് സംബന്ധിക്കണം. തിങ്കളാഴ്ച വൈകിട്ട് നമ്മുടെ 7:15 തുടങ്ങി 8:30 അവസാനിക്കും. നമ്മുടെ വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ എല്ലാവരും വന്നു ചേരണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കും. വരുന്ന മാസം നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ഒക്ടോബർ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഒരു റിട്രീറ്റ്, പാരിഷ് റിട്രീറ്റ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളിയാഴ്ച 3 മണി മുതലാണ് നമ്മുടെ സമയമുള്ളത്. 3:15 മുതൽ വിശുദ്ധ കുർബാന ആയതുകൊണ്ട് 3:15 മുതലാണ് ഇനി ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് 3:30 ആയാൽ പിന്നീട് നമുക്ക് അവസാനം സമയം കിട്ടുകയില്ല. അതുകൊണ്ട് 3:15 മുതൽ ആരംഭിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മെസ്സേജുകളൊക്കെ അറിയിക്കുമ്പോൾ അത് ഓർമ്മയിടേത് മറ്റുള്ളവരെ കൂടെ ഈ ആരാധനയെ സംബന്ധിക്കാനായിട്ട് പ്രേരിപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ ഒക്ടോബർ മാസം 2-ാം ആഴ്ചയിൽ നമ്മുടെ കുടുംബദിനമായി കൊണ്ടാടുകയാണ്. കുടുംബദിനമായി നാം കൊണ്ടാടുമ്പോൾ നമ്മുടെ ആരാധനയിൽ കുടുംബങ്ങളായി തന്നെ വന്ന് സംബന്ധിക്കുവാൻ എല്ലാവരെയും മറ്റുള്ളവർ പ്രേരിപ്പിക്കണം. ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാവരും കുടുംബങ്ങളായിട്ട് വരണം. അതുപോലെ തന്നെ മറ്റുള്ളവരെയും കുടുംബങ്ങളായി വരാനായിട്ട് പ്രേരിപ്പിക്കണം. ഒരു വീട്ടിൽ നിന്ന് ഒരു കവറല്ല, നമ്മൾ ജോലിയുള്ള എല്ലാവരും ഒരു ദിവസത്തെ വരുമാനം, നമ്മുടെ ജോലിയുടെ അനുസരിച്ച് ഒരു ദിവസത്തെ വരുമാനം വേർതിരിച്ച് ഇടവകയുടെ ഒരു 1 ഡേ ഇൻകം അത് പ്രത്യേകമായിട്ട് നൽകണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ചുമതലക്കാർക്ക് ഒരു ലിസ്റ്റ് നൽകി കുറേയേറെ ആളുകൾ നന്നായി അതിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് ചുമതലക്കാർ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇനിയും അങ്ങനെ നൽകാനുള്ളവരെ ഒന്ന് പ്രേരിപ്പിക്കുകയും അത് നൽകാനായിട്ട് ഇടയാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഒരാൾ ജോലിയുള്ള ഒരാൾ 10 ദിനാർ ഒരു മാസം നൽകുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് വലിയ പ്രയാസമില്ലാതെ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. 2 പേർ ജോലിയുള്ളവർ 20 ദിനാർ നൽകുകയാണെങ്കിൽ അതും അങ്ങനെ വേർതിരിച്ച് നൽകണം. ദൈവം ഈ ലോക്ക്ഡൌണിലൊക്കെ എല്ലാവർക്കും ശമ്പളം നൽകി പകുതിയോ 4-1 കിട്ടാത്ത ആളുകളുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അവരെ നമ്മൾ ഒരു പ്രകാരത്തിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നടത്തുന്ന വഴികളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം
ഈ ആഴ്ചയിൽ ഇന്നും ഒക്കെ ജന്മദിനം കൊണ്ടാടുന്നവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. വിവാഹ വാർഷികം ഈ സെപ്റ്റംബർ മാസം കൊണ്ടാടി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. ഇപ്പോൾ ക്രിസ്ത്യഗീതങ്ങൾ 279 ഗീതം പാടുമ്പോൾ സ്തോത്ര കാഴ്ചകൾ അർപ്പിക്കാം. 279 ഗീതം. എനിക്കായൊരുക്കുന്ന സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ധ്വനിക്കുന്നതാണ്. 279. എനിക്കായൊരുത്തമ സമ്പത്ത്
ഇന്ന് ഐക്യ ഞായറാഴ്ചയാണ്, യൂണിറ്റി സൺഡേ. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ സഭ CSI സഭയുടെ സ്ഥാപന ദിനത്തിന്റെ CSI നടത്തുന്ന സഭകൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിനും സുവിശേഷ ഘോഷണത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനും പ്രത്യേകമായിട്ട് തീരുമാനമെടുത്ത് കഴിഞ്ഞ ദീർഘ സംവത്സരങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഭാ സുവിശേഷ വേദിയാണ്, എക്യുമെനിക്കൽ വേദിയാണ്, ജോയിന്റ് കൗൺസിൽ എന്നൊക്കെ പറയും. അതുകൊണ്ട് ഇന്ന് സഭാ ഐക്യം അതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനമാണ് ഇന്നത്തെ ദൈവവചന വേദഭാഗം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് വായിച്ചു കേട്ടത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. 23-ാമത്തെ വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ. ത്രിത്വ വിശ്വാസത്തിലുള്ള ഐക്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം ഈ 17-ാം അധ്യായം പ്രസംഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് ഈ യോഹന്നാന്റെ ഈ 17-ാം അധ്യായത്തെ വിവരിക്കുന്നത്. ഹൈ പ്രീസ്റ്റ്ലി പ്രയർ. യേശു കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് 7 കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം മാത്രം ഇന്ന് പ്രത്യേകമായും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിതാവായ ദൈവവും യേശു ക്രിസ്തുവും ഒന്നായിരിക്കുന്ന അവസ്ഥ, അവരുടെ ഐക്യം. പിതാവ് ചിന്തിക്കുന്നത് പുത്രൻ ചോദിക്കുന്നു. പിതാവ് എപ്രകാരം ലോകത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് പുത്രൻ പിതാവിനോട് ചോദിക്കുന്നു. പുത്രന് പിതാവ് നൽകുന്ന ദിവ്യമായ ആലോചന കൊണ്ട് ഈ ലോകത്തെ നയിക്കുന്നു. അല്ലെങ്കിൽ തന്നോടുകൂടെ ആയിരിക്കുന്നവരെ പിതാവിന്റെ ആലോചനയായി വഴി നടത്തുന്ന യേശു കർത്താവാണ് ഇവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ പഠിപ്പിച്ചതും യേശുവാണ്. സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട് എന്ന് പഠിപ്പിച്ചത് യേശുവാണ്. ദീർഘ സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു നമ്മുടെ മർത്തമ സ്കൂളിൽ തന്നെ നടന്നൊരു സംഭവമാണ്. ചാത്തങ്കേരി ഭാഗത്ത് ഒരു ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു മർത്തമക്കാരനായ പയ്യനെ കൂട്ടുകാർ കോടതിയിൽ തള്ളിയിട്ട് കൊന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് സംഭവം. അപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞ് ആ സ്കൂൾ അവിടെ പ്രശ്നങ്ങളായി, അവിടെ തുറക്കാൻ ബുദ്ധിമുട്ടായി, അവിടെ മുന്നോട്ട് പരീക്ഷയൊക്കെ നടത്താൻ പ്രശ്നങ്ങളായ സന്ദർഭത്തിൽ അവിടെ ഒരു മുസ്ലിം വൈസ് ചാൻസലർ ആയിരുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തെയാണ് സർക്കാർ ആ സ്കൂളിലെ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുന്നതിനായിട്ട് അയച്ചത്. അദ്ദേഹം ആ സമയത്ത് 12 സെന്ററിൽ മീറ്റിംഗിന് പ്രസംഗിക്കാൻ വന്നു. ഞങ്ങൾ 10 നേരം ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എന്താണ് കുഞ്ഞുങ്ങളോട് പറയേണ്ടത് എന്ന് എന്നോടായിട്ട് തന്നെ ചോദിച്ചു. ക്രിസ്ത്യാനികൾ നിങ്ങൾ പാർക്കുന്ന സ്ഥലമാണ്, മറ്റു സമുദായക്കാരുമുണ്ട്, എന്നാൽ അവിടെ ചെന്നിട്ട് പറയണം. അപ്പോൾ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏതോ സന്ദർഭവശാൽ എൻ്റെ ഒരു സംസാരത്തിൽ ഈ കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത്, അദ്ദേഹം ആ വാക്കങ്ങൾ എടുത്തു, ഞങ്ങളുടെ പിതാവ്. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹം പ്രസംഗിച്ചത് അപ്രകാരമാണെന്ന് പിന്നീട് എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ പിതാവ്. അവിടെ വ്യത്യസ്തതകളുണ്ട്, അവിടെ വൈരുദ്ധ്യങ്ങളുണ്ട്, അവിടെ വൈരാഗ്യബുദ്ധിയുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട്, പരസ്പര സ്നേഹമില്ല, ബഹുമാനമില്ല, അംഗീകാരമില്ല, പരസ്പരം ഒത്തുചേരാൻ നിവൃത്തിയില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ഒരു ക്രൈസ്തവനല്ലാത്ത ഒരാൾ അവിടെ ചെന്ന് പ്രസംഗിച്ചത് ഞങ്ങളുടെ
പിതാവിനെ വിളിക്കാനുള്ള യോഗ്യത പുത്രനിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിന്റെ അനുഭവമാണ്. പുത്രൻ തമ്പുരാൻ ക്രൂശിലൂടെ നമ്മെ വീണ്ടെടുത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് പിതാവിനെ വിളിക്കാനുള്ള യോഗ്യതയുള്ളത്. പലപ്പോഴും നമ്മൾ ആ വീണ്ടെടുപ്പ് ശരിയായി ആസ്വദിച്ചിട്ടാണോ പിതാവിനെ വിളിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ കർത്താവ് വേർതിരിച്ച് തന്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ നടത്തുക. അവിടെ പിതാവെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിളിക്കണമെങ്കിൽ പുത്രനിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പും രക്ഷയും അത് നാം യഥാസ്ഥാനത്താണോ എന്നുള്ളത് ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ യാമങ്ങളിൽ തന്നെ നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. തിരുമേശയിലേക്ക് അടുത്ത് വരുമ്പോഴും അതാണ് പറയുന്നത്, ഓരോരുത്തരും ശോധന ചെയ്തിട്ട് വേണം തിരുമേശയിലേക്ക് അടുത്ത് വരാൻ. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകത പിതാവ് അയച്ചിരിക്കുന്നു, പിതാവ് നൽകിയിട്ടല്ലാതെ മറ്റൊന്നും പുത്രൻ ഇല്ല എന്നുള്ളതാണ്. പിതാവ് സ്നേഹിക്കുന്നു, അതുകൊണ്ട് പുത്രൻ നമ്മെ സ്നേഹിച്ചു. പിതാവ് അയച്ചു, അതുകൊണ്ട് പുത്രൻ നമ്മെ ലോകത്തിലേക്ക് അയച്ചു. മാത്രമല്ല, ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കർത്താവിനോടുകൂടെ ഉള്ളവർ കർത്താവിന്റെ മഹത്വം കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടൊപ്പം ഇരിക്കണം, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടൊപ്പം ഇരിക്കണം എന്നുള്ളത് യേശുവിന്റെ വലിയ ആഗ്രഹമാണ്. നമ്മെ തന്നോടൊപ്പം ഇരുത്തുന്ന, തന്നോടൊപ്പം സമന്മാരാക്കി മാറ്റുന്ന യേശു. കർത്താവിനെ സമനായി തീരാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിന് സമന്മാരായി മാറുക എന്ന് പറയുന്നത് ഈക്വൽ ടു ക്രൈസ്റ്റ്. അത് നമുക്ക് സാധിക്കുമോ? അത് സാധിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് നമ്മുടെ സ്നേഹവും നമ്മുടെ വിനയവും നമ്മുടെ അർപ്പണവും ഒക്കെ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് നാം ദൈവത്തെ ആരാധിച്ച് മടങ്ങി പോകുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒന്ന് രണ്ട് ചോദ്യം. ഒന്ന്, നാം കർത്താവിനോടുകൂടെ ഇരിക്കാൻ നമുക്ക് കഴിയുമോ? ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ പകൽ മുഴുവൻ ഞാൻ ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയെ ഓർത്ത് പ്രാർത്ഥിക്കുക, പല പ്രാവശ്യം ഇരുന്നുകൊണ്ട് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം ചില മാസങ്ങളിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത ശാരീരിക പ്രതികൂലങ്ങളുണ്ട്. ഞാൻ ഈ വേർത്തികോട് പ്രയാസം വന്ന് ഈ 6 മാസത്തിനുള്ളിൽ 2 പ്രാവശ്യം ബെഡ്റിഡനായി. എൻ്റെ 2 കൈയുടെ 2 വശവും ഭുജങ്ങൾ രണ്ടും അതിവേദന ഉണ്ടായി. എനിക്ക് ഉയർത്താൻ സാധിക്കാത്ത പ്രയാസം എനിക്കുണ്ടായി. എന്നാൽ ഏറെക്കുറെയൊക്കെ ചികിത്സ കൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഇന്നലെ ചിന്തിച്ചു, 7 മാസത്തിന് ശേഷം ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാൻ എൻ്റെ കൈകൾക്ക് ഈ കാസായും വിലാസായും പിടിക്കാനുള്ള ബലമുണ്ടോ? എനിക്കത് കഴിയുമോ? ഞാൻ ഇന്നലെ പകൽ മുഴുവൻ അതാണ് ചിന്തിച്ചതും പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ കർത്താവിനെ അശക്തനാണ്, എന്നാൽ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ട്? ഒന്നുമില്ല. നമ്മുടെ കണ്ണിൽ കാണാത്ത ഒരു വൈറസിനെ ഭയപ്പെടുന്ന, വളരെ പേടിച്ച് തന്നെ ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലല്ലേ ഇവിടെ നിന്നുകൊണ്ടാണ് പിതാവായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, എന്നാൽ നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് സാധിക്കും. ആ ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങിപ്പോകാം. ആ ചോദ്യം ചോദിക്കുമ്പോൾ, കർത്താവേ, നീ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, നീ പിതാവും നീ തമ്മിലുള്ള സ്നേഹം പോലെ, ആ ഒരു ഐക്യം പോലെ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഞങ്ങളുടെ കുറവുകൾ ദൈവസന്നിധിയിലേക്ക് പറയുന്നു. എന്നാൽ ഓരോ ദിവസവും നിന്റെ മക്കളാക്കി ഞങ്ങളെ തീർക്കണം, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം, ഞങ്ങളെ വിശ്വാസ സ്ഥിരരായി ദൈവകൃപയിൽ വളരുന്ന അനുഭവം. നമ്മുടെ വാക്കുകൾ, മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവം, അതിലൊക്കെ മാറ്റം ഉണ്ടാവും. ആ മാറ്റങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ
കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ വിളിച്ചാൽ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. ദൈവമായ കർത്താവേ, ഇന്ന് വിശുദ്ധാരാധനയ്ക്കായി ഒന്നിച്ചു വരുവാൻ ഞങ്ങളെ കൂട്ടിവരുത്തിയ വൻകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യും. പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യത്തെ കുറിച്ച് ഞങ്ങൾ തിരിച്ചറിയും. പിതാവ് പറയുന്ന അല്ലാതെ പുത്രനൊന്നുമില്ല എന്ന് ഏറ്റുപറയുന്ന ആ ഒരു വലിയ ജീവിതത്തിന്റെ പിതാവും പുത്രനും ഒന്നിച്ച് സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം, പിതാവും പുത്രനും നൽകിയിട്ടുള്ള മഹത്വം, അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിലൂടെ പ്രാപിക്കാൻ സാധിച്ചെന്ന് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്മരിക്കുന്നു. അതിനുള്ളവരെ യേശു ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ ഇരിക്കുവാൻ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കാൻ യോഗ്യരാണോ എന്നുള്ള ചിന്തയോടുകൂടെ ഓരോ ദിവസവും ഞങ്ങളെ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് ഞങ്ങളുടെ വാശി, വൈരാഗ്യം, ഞങ്ങളുടെ നിന്നുപക്ഷവും, ഈർഷ്യയും, പകയും, പിണക്കയും, ആരശങ്കയും, അസൂയയും ഇതെല്ലാം മാറി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പ്രാർത്ഥന നൽകണം. ഈ ലോകത്തിന് അന്യവും രാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവത്തിന് എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി വിവാദപ്പെടുവാൻ പോകുന്നത് അന്നേരത്തിന്റെ മക്കൾക്കായ പുസ്തകം തുറന്നു നിന്നെ ആരാധിക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തരാണ്. നിങ്ങൾ അയോഗ്യരാകുന്ന വിമേശയിലേക്ക് അടുത്തുവരാൻ ഞങ്ങൾക്ക് നിരന്തരമേ. കർത്താവേ, നിന്റെ കരുണയിൽ നിന്ന് കാക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തിരുമേശയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിലേക്ക് പറയാം. വിശുദ്ധവാനായിട്ടുവാൻ ഒരുക്കി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മളിരിക്കുന്ന സ്ഥാനങ്ങൾ എഴുതി തങ്ങളുടെ കുടുംബസ്ഥാനത്തെ പ്രാർത്ഥിക്കുന്നു. ശരണം അതുപോലെ മറ്റുള്ളവരും ഈ ദിവസങ്ങളിലൊക്കെ സൂം ആപ്ലിക്കേഷനിലെ
യാത്രകൾ നടക്കുമ്പോൾ എല്ലാവരും അത് പങ്കുചേരാൻ വേണ്ടിയാണ് നടത്തുന്നതെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മിക്കട്ടെ. എന്റെ സഹോദരനും വാത്സല്യമുള്ളവരേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പേ. നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.
Bye.
Amen.
Yeah.
It's